ിൽ പറഞ്ഞതുപോലെ CMRനായി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ചില ഇളവുകൾ നൽകിയതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുകയായിരുന്നു ഇന്ന് മാത്യു കുഴൽനാടൻ MLA. നേരത്തെ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ പറഞ്ഞതാണ്. അതിൽ കൃത്യമായ മറുപടി ഇതുവരെ കിട്ടിയിട്ടുമില്ല. നിയമസഭയിൽ ഉന്നയിക്കാനിരുന്ന രണ്ട് പ്രധാനപ്പെട്ട രേഖകളാണ് നേരത്തെ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടതെങ്കിൽ ഇന്ന് മറ്റൊരു രേഖ കൂടി അദ്ദേഹം പുറത്തുവിട്ടിരിക്കുകയാണ്. CMRന്റെ സിസ്റ്റർ കൺസേണായ KREMLന് വേണ്ടി ഖനനം നടത്തുന്ന കമ്പനിയായ KREMLന് വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടതിന്റെ രേഖകളാണ് ഇന്ന് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. ഇത് 50 ഏക്കർ ഭൂമി കൈവശം വയ്ക്കുന്നതിന് ഭൂപരിഷ്കരണ നിയമം ലംഘിച്ചതിന്റെ തെളിവാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് സുപ്രധാനമായ രേഖയാണ്. നേരത്തെ റവന്യൂ വകുപ്പ് അനുമതി നിഷേധിച്ചിരുന്നതായും മാത്യു കുഴൽനാടൻ പറയുന്നു. പിന്നീട് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി കൂടുതൽ ഇളവുകൾ നൽകുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയെന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. കൃത്യമായ രേഖകൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 100 കോടിയുടെ അഴിമതിയാണ് CMRലുമായുള്ള ഇടപാടിലൂടെ മുഖ്യമന്ത്രി നടത്തിയത് എന്ന അതീവ ഗുരുതരമായ ആരോപണവും മാത്യു കുഴൽനാടൻ MLA ഉന്നയിച്ചിരിക്കുകയാണ്. ആദ്യം മാത്യുവിന്റെ വാക്കുകളിലേക്ക്. 40,000 above ഉള്ള 40,000 crore above ഉള്ള ഒരു ക്രിമിനലിന്റെ വാല്യൂ ഡെപ്ത് ഉള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് നീക്കം ചെയ്തത് CMRLന്റെയും അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരമാണെന്നും അതിന്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി CMRL ആണ് എന്നും മുഖ്യമന്ത്രി നേരിട്ട് മിനിറ്റ്സ് അടക്കം രേഖപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇനീഷ്യേറ്റീവിലാണ് തോട്ടപ്പള്ളിയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പാർട്ട് 2 നോബഡി റെസ്പോണ്ടഡ് സോ ഫാർ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം അതിനോട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ CM ലീവ് ഓക്കെ, വ്യവസായ വകുപ്പ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, മറ്റ് ഗവൺമെന്റിന്റെ ഒരു ഏജൻസികളും അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, CPM മറുപടി പറഞ്ഞിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ആദ്യം മുതൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നേരത്തെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകാതിരുന്ന ബന്ധപ്പെട്ട മന്ത്രിമാർ ഇത്തവണയെങ്കിലും മറുപടി പറയണം എന്ന ആവശ്യം കൂടി മാത്യു കുഴൽനാടൻ MLA ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ 2 തവണത്തേക്കാൾ ഗുരുതരമായ കാര്യമാണ് ഇത്തവണ മാത്യു കുഴൽനാടൻ പറയുന്നത്. അത് ഭൂമി കൈവശം വയ്ക്കുവാൻ അനുവാദം കൊടുത്തു എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, കഴിഞ്ഞ 2 തവണ ഉന്നയിച്ച ആരോപണങ്ങൾ അത് രണ്ടും CMRലിന് വേണ്ടി ഏതെല്ലാം കാര്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്തു എന്നതായിരുന്നു. ആദ്യത്തെ ഖനനാനുമതി നൽകുന്നതിന് വേണ്ടി പരമാവധി ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. പക്ഷേ പിന്നീട് തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ നിന്ന് കരിമണൽ വാരുവാനുള്ള അനുവാദം പൊതുമേഖലാ കമ്പനികൾ വഴി അത് അവസാന ഗുണഭോക്താവായി മാറിയത് CMRL എന്ന കാര്യവും ഉന്നയിച്ചു. രണ്ടും മാത്യു കുഴൽനാടനെതിരെ ഉണ്ടയില്ല വെടി പൊട്ടിക്കുകയാണ് എന്ന രീതിയിലാണ് മന്ത്രിമാർ പ്രതികരിച്ചത്, MP രാജേഷും P രാജുവും. പക്ഷേ ഇവിടെയും ഈ ഭൂമി കൈവശം വയ്ക്കുവാൻ, അതും 50 ഏക്കർ ഭൂമി കൈവശം വയ്ക്കുവാൻ അനുമതി കിട്ടിയത് മുഖ്യമന്ത്രി ഇടപെട്ടാണ് എന്നതിന്റെ എന്ത് തെളിവാണ് മാത്യു നൽകിയിട്ടുള്ളത്? ഇവിടെ പ്രധാനമായി മഞ്ജുഷ എടുത്തു പറയേണ്ട കാര്യം 4/5/2023 റവന്യൂ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി CMRലിന് കരിമണൽ ഖനനത്തിന് അനുമതി നിഷേധിച്ചിരുന്നു. തുടർന്ന് റവന്യൂ വകുപ്പുമായി മാത്രം ബന്ധപ്പെട്ട ഈ ഫയലിൽ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയും മുഖ്യമന്ത്രി ആ ഫയലിൽ ഇത് ജില്ലാ സമിതികൾ വീണ്ടും പരിശോധിക്കണമെന്ന് ആവശ്യിക്കുകയും അല്ലെങ്കിൽ ജില്ലാ സമിതികൾക്ക് അതിന്മേൽ വീണ്ടും തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് ആവർത്തിച്ച് ഫയല് തിരിച്ചയച്ചു എന്നാണ് അദ്ദേഹം പ്രധാനമായി ആരോപിക്കുന്നത്. അങ്ങനെ കരിമണൽ ഖനനത്തിന് അനുമതി ലഭിക്കാതിരുന്നതിന് പിന്നാലെ CMRലുമായി ബന്ധപ്പെട്ട അതിന്റെ മറ്റ് ഒരു ഉപകമ്പനി ഈ ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴയിൽ 50 ഏക്കറോളം സ്ഥലത്ത് ടൂറിസം പദ്ധതിക്ക് വേണ്ടി അനുമതി സമർപ്പിക്കുന്നു. അങ്ങനെ ടൂറിസം പദ്ധതിക്ക് വേണ്ടി അനുമതി സമർപ്പിക്കുമ്പോൾ 1 ഏക്കർ ഭൂമി ഒഴിയുമ്പോൾ ഏതാണ്ട് 20 പേർക്ക് തൊഴിൽ നൽകാം. അങ്ങനെയാണെങ്കിൽ 50 ഏക്കർ ഭൂമി അത്തരത്തിൽ ഈ ടൂറിസം പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുമ്പോൾ 1000 പേർക്ക് തൊഴിൽ നൽകണമെന്നാണ് വ്യവസ്ഥ. പക്ഷേ 130 പേർക്ക് മാത്രമാണ് നൽകിയത്. ഇതിൽ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ 130 കോടി രൂപയുടെ ഇടപാടിൽ ഏതാണ്ട് സിംഹഭാഗവും PV എന്ന പേരിൽ പിണറായി വിജയനാണ് കൈപ്പറ്റിയിരിക്കുന്നത്. അത് പിണറായി വിജയൻ അല്ല എങ്കിൽ താൻ MLA സ്ഥാനം രാജിവെക്കുമെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് മാത്യു കുഴൽനാടൻ. അവിടെ പ്രധാനമായി അദ്ദേഹം പറയുന്ന കാര്യം വീണ വിജയനെ മിഡിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പണം കൈപ്പറ്റിയത് മുഖ്യമന്ത്രി നേരിട്ടാണ് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. എന്തിനാണ് മകളോട് സ്നേഹമുള്ള പിതാവാണെങ്കിൽ എന്തിനാണ് മകളെ സംശയത്തിന്റെ നിഴലിലേക്ക് വിട്ടുകൊടുക്കുന്നത്? കാര്യങ്ങൾ തുറന്നു പറയാൻ മുഖ്യമന്ത്രി തന്നെ തയ്യാറാകണം.
അതല്ല എങ്കിൽ മകൾ തന്നെ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് പുറത്തു പറയാൻ മുഖ്യമന്ത്രി മടിക്കുന്നുവെന്ന ആക്ഷേപവും ഗുരുതരമായ ആരോപണവുമാണ്. ഈ ഒരു ആരോപണം മാത്യു ഉന്നയിക്കുമ്പോൾ ഈ ജില്ലാതല സമിതിയുടെ ശുപാർശ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുവാൻ പറ്റും ഭൂപതിവ് ചട്ടപ്രകാരം. അങ്ങനെ ഒരു ഇളവ് കിട്ടുന്നതിന് വേണ്ടി എങ്ങനെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്നാണ് മാത്യു പറയുന്നത്. കാരണം ഇത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പല്ല, ഇത് റവന്യൂ വകുപ്പാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവിടെ എങ്ങനെ ഏത് ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഈ ഫയൽ വിളിച്ചു വരുത്തി, ഇത് മാത്യു എങ്ങനെയാണ് ഇത് സാധൂകരിക്കുവാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് മഞ്ജുഷ് അദ്ദേഹം ഈ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സുമായി ബന്ധപ്പെട്ട, അതായത് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ അടങ്ങുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് പകർപ്പുകളാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൈമാറിയത്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കമ്പനിക്ക് അല്ലെങ്കിൽ ജില്ലാ തല സമിതികൾക്ക് ഇതിന്മേൽ അന്തിമ തീരുമാനം എടുക്കാൻ ഈ പതിവ് നിയമത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾക്ക് ഭേദഗതികൾ വരുത്തുവാൻ ജില്ലാ സമിതികൾക്ക് അധികാരമുണ്ട്. അങ്ങനെ അധികാരമുണ്ടായിരിക്കെ ആദ്യം ഈ തിരസ്കരിക്കുന്ന ഈ ഫയൽ വീണ്ടും അവരുടെ അനുമതിക്ക് വേണ്ടി അയക്കാം എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെയാണ് നൽകിയത്. മുഖ്യമന്ത്രി ഈ ഫയൽ നേരിട്ട് വിളിച്ചു വരുത്തി ഇതിൽ ഇക്കാര്യം രേഖപ്പെടുത്തുകയായിരുന്നു എന്നാണ് മാത്യു കുഴൽനാടൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിന് താൻ പരാതി നൽകിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ നൽകിയതാണ്. 2 തവണ മാധ്യമങ്ങളെ നേരത്തെ കാണാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി. ഈ കാര്യം ഇന്നുന്നയിച്ച കാര്യം നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി താൻ എഴുന്നേറ്റപ്പോഴാണ് ഭരണപക്ഷ അംഗങ്ങൾ ചേർന്ന് മൈക്ക് ഓഫ് ചെയ്ത് തന്നെ തടസ്സപ്പെടുത്തിയത്. അതുകൊണ്ട് ജനകീയ കോടതിയിൽ ഇത് അവതരിപ്പിക്കുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിനാലാണ് മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ പൊതുസമൂഹത്തെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും MP രാജേഷിനെയും വ്യവസായ മന്ത്രി P രാജീവിനെയും മാത്യു കുഴൽനാടൻ വെല്ലുവിളിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള ചർച്ചകൾക്കും പരസ്യ സംവാദങ്ങൾക്കും താൻ തയ്യാറാണ്. താൻ ഹിറ്റ് ആൻഡ് റൺ എന്ന ശൈലിയിലാണ് തന്നെ MP രാജേഷ് അടക്കം ആക്ഷേപിച്ചത്. താൻ ആരോപണം ഉന്നയിച്ചിട്ട് ഓടിയൊളിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഓടിയൊളിക്കുന്നില്ല, താൻ ഇവിടെ തന്നെയുണ്ട്. മന്ത്രിമാർക്ക് ധൈര്യമുണ്ടെങ്കിൽ താനുമായി സംവാദത്തിന് തയ്യാറാകണം. അത് എവിടെ വെച്ച് വേണമെങ്കിലും നടത്താം. എന്തായാലും പരസ്യ സംവാദത്തിന് കൂടി മാത്യു കുഴൽനാടൻ ഇന്ന് വെല്ലുവിളിക്കുകയാണ് മന്ത്രിമാരെ. ഇവിടെ റവന്യൂ വകുപ്പിന്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് മന്ത്രി K രാജനും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതായിട്ട് വരും. നേരത്തെ MP രാജേഷും P രാജീവുമാണ് മാത്യു കുഴൽനാടന് മറുപടി പറഞ്ഞു വന്നിരുന്നത്. പക്ഷേ ആ മറുപടി അല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് മാത്യു പറയുകയാണ്. അതോടൊപ്പമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിൽ ഇടപെട്ട് മുഖ്യമന്ത്രി CMRL വേണ്ടി അനധികൃതമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തുവെന്ന പുതിയ ആരോപണവും പുതിയ രേഖകളും മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി